ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയൊരു നാമം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. അൽ ബാരിഉ എന്നുള്ളതാണ്. ബാരിഉ എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അൽ ബാഹിറു ചർച്ച ചെയ്തിരുന്നു. സമാനമായ ആശയമാണ് അൽ ബാരിഉ എന്നുള്ളതിന്. അങ്ങേയറ്റത്തെ ഭംഗിയുള്ള ആൾ. അങ്ങേയറ്റം ഭംഗിക്ക് എത്ര, അതിന്റെ പരിധി എത്രയുണ്ടാവും? അത്രയും ഭംഗിയുള്ള ആളാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നല്ല ചന്ദ്രനുള്ള രാത്രിയിൽ റഅയ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശമുള്ള പൂർണ്ണ ചന്ദ്രനുള്ള ഒരു രാത്രിയിൽ ചന്ദ്രനെ ഞാൻ കണ്ടു. ഫജഅൽതു അൻദുറു ഇലാ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇങ്ങനെ നോക്കി. വഇലൽ ഖമർ, ചന്ദ്രനിലേക്കും നോക്കി, മാറി മാറി നോക്കി. വഅലൈഹി ഹുല്ലത്തുൻ ഹംറ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചുവന്ന വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അവസാനം റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു അവസാനമായി പറയുന്നു, ഫഇദാ ഹുവ ഇൻദീ അഹ്സനു മിനൽ ഖമർ, ചന്ദ്രനേക്കാൾ ഭംഗിയുള്ളതായി എനിക്ക് തോന്നിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഭംഗി നോക്കൂ. ചന്ദ്രന് പൂർണ്ണമായി അതിങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന സമയത്ത് എന്തൊരു സൗന്ദര്യമായിരിക്കും. അതിനേക്കാൾ സൗന്ദര്യമുള്ളവരാണ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന റബ്ബി. അവിടുത്തെ സൗന്ദര്യം പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുർസ്തനാറ വജ്ഹുഹു, സന്തോഷിച്ചാൽ അവിടുത്തെ മുഖം പ്രകാശിക്കും. ഹത്താ കഅന്നഹു ഖിദ്അതു ഖമർ, അവിടുത്തെ മുഖം കാണുമ്പോൾ ഒരു ചന്ദ്രന്റെ കഷണം പോലെയുണ്ടാകും. വകുന്നാ നഅരിഫു ദാലിക മിൻഹു, മുത്തുനബിയിൽ നിന്ന് അത് നമുക്ക് അറിയാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ്, ബാരിആണ്, ബാഹിറാൻ. അല്ലാഹു അവിടുത്തെ യഥാർത്ഥ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ ആ സൗന്ദര്യം, അവിടുത്തെ ജമാൽ, അവിടുത്തെ ആ ബാഹിറായ മുഖം, അതൊക്കെ കാണാൻ, സ്വപ്നത്തിൽ കണ്ടാസ്വദിക്കാൻ, ഉണർച്ചയിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.